وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ അല്ലാഹു അവന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, സ്വർഗാവകാശികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസികളെ, അനവധി അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായതുണ്ട്, പരോക്ഷമായതുണ്ട്. നേർക്കുനേരെ നമുക്ക് കാണാൻ കഴിയുന്ന റബ്ബിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ. എന്നാൽ നമുക്ക് കാണാൻ കഴിയാതെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എത്രയോ അനുഗ്രഹങ്ങൾ വേറെയും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാം നന്മയിൽ ജീവിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണവും പാർപ്പിടവും അതേപോലെ സൗന്ദര്യവും സമ്പത്തും അധികാരവും നിർഭയത്വവും ആരാധനാ സ്വാതന്ത്ര്യവും ഇണകളും സന്താനങ്ങളും യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളുമൊക്കെ ഈ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തില് വളരെ ലളിതമായ അനുഗ്രഹങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ പട്ടിണി കിടന്ന് വിഷമിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചതിന്റെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അതിനേക്കാൾ മെച്ചമുള്ള ഭക്ഷണത്തെക്കുറിച്ച് വാശി പിടിച്ച് കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ ഒരു അത്യാവശ്യമുള്ളൊരു സൗകര്യമുള്ള വാഹനമുണ്ട്. നമ്മൾ ആലോചിക്കുന്നത് അതിനേക്കാൾ സുഖങ്ങളും സൗകര്യമുള്ള വാഹനമുണ്ടാവണമെന്നാണ്. എന്നാൽ വാഹനങ്ങളില്ലാത്തവരില്ലേ? ഇതേപോലെ പാർപ്പിടങ്ങളില്ലാത്ത എത്രയോ ആളുകളുണ്ട്. നമ്മൾ നമ്മുടെ പാർപ്പിടങ്ങൾ എപ്പോഴും സൗകര്യങ്ങൾ പോരാ എന്നിടത്താണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ 14-ാം അധ്യായം 34-ാമത്തെ ആയത്തിലും
16-ാം അധ്യായം 18-ാമത്തെ ആയത്തിലും പറയുന്നത് വാത്താക്കും മിൻ കുല്ലി മാ സഅൽതുമു, നിങ്ങൾ എന്ത് ചോദിച്ചോ അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്നിട്ട് അല്ലാഹ് പറയുന്നത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ലാ തുഹ്സുഹ, അതിനെ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. എന്നാൽ ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലളലൂമുൻ കഫാർ, അവൻ നിഷേധിയും അക്രമിയുമാണ് എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 34-ാമത്തെ ആയത്ത്. ഇതേ കാര്യം തന്നെയാണ് അല്ലാഹു സൂറത്ത് നഹ്ലിലെ 18-ാമത്തെ ആയത്തിലും പറഞ്ഞത് വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹ, അല്ലാഹ് തന്ന നിഅമത്തുകൾ എണ്ണിയാൽ അത് എണ്ണിക്കണക്കാക്കാൻ സാധ്യമല്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ കരുണയുള്ളവനും അതേപോലെ തന്നെ ഏറെ പൊറുക്കുന്നവനുമാണ് എന്നാണ് ഈ ആയത്തിലും അല്ലാഹു എടുത്തു പറയുന്നത്. ഇത്തരം നിഅമത്തുകളെ അനുഭവിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഇവ നശിക്കാതെ നിലനിൽക്കണമെന്നും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ്, നമ്മുടെ വീട് തകരരുത് അല്ലെ. വീട് നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരു കുറഞ്ഞ കാലം മാത്രം അത് നിലനിൽക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, കാലാകാലം യാതൊരു കേടുപാടുമില്ലാതെ നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു വാഹനം വാങ്ങുമ്പോൾ ആ വാഹനത്തിന് യാതൊരു തകരാറുമില്ലാതെ എനിക്ക് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കാലം ഉപയോഗിക്കാൻ പറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതും നഷ്ടപ്പെടുന്നതും നാം ഓരോരുത്തരും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വിശ്വാസികളെ, നാം എന്താണോ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്നത് നമ്മുടെ കൺമുമ്പിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അഥവാ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയതും നഷ്ടപ്പെട്ടതുമൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായി നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ ഉരുൾപൊട്ടലുണ്ടായി, വലിയ നഷ്ടങ്ങൾ ഉണ്ടായവരുണ്ടല്ലേ. കഴിഞ്ഞ മാസങ്ങളിൽ വന്ന വാർത്തകൾ, അതിന്റെ ഒരു വർഷം പൂർത്തിയായതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ ഒരു വർഷത്തിൽ 25 ലക്ഷത്തിലധികം വരുമാനമുണ്ടായിരുന്നാൽ ആ വയനാടങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ച് അതിന് പോലും വകയില്ലാത്ത അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു കൊല്ലത്തിൽ 25 ലക്ഷത്തിലേറെ വരുമാനമുണ്ടായിരുന്ന വ്യക്തിയാണ് 25 രൂപയ്ക്ക് ഗതിയില്ലാതെ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ നാടുകളിൽ നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുഭിക്ഷതയിൽ നിന്ന് ദാരിദ്ര്യങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. സൗന്ദര്യമുള്ളവര്, നല്ല ആരോഗ്യമുള്ളവര് പെട്ടെന്ന് അവിടെ സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ട് വെള്ളപ്പാണ്ടും അതേപോലെ തന്നെ മറ്റു വികൃതമായ അവസ്ഥകളിലേക്ക് വരുന്നത് നമ്മൾ കാണുകയാണ്. അതിന്റെ അപ്പുറത്തെ സ്ട്രോക്ക് പോലെയുള്ള അപകടങ്ങൾ വന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് വിധേയമായി, കീമോക്ക് വിധേയമായി മരുന്നുകളിൽ നിന്ന് വേർപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിന്റെ വാർത്തകൾ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി ഓർക്കേണ്ടത്. ഒന്ന്, ഈ അനുഗ്രഹങ്ങൾ നൽകുന്നതെല്ലാം റബ്ബാണെന്ന് തിരിച്ചറിഞ്ഞ് ആ റബ്ബിന് നന്ദി കാണിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്, ഈ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കുവാനുള്ള ശക്തമായ പ്രാർത്ഥന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങളെ വിശുദ്ധ ഖുർആന് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന റബ്ബക യബ്സുതു റിസ്ഖ ലിമൻ യശാ, തീർച്ചയായും അല്ലാഹു ഉപജീവനം വിശാലമാക്കി നൽകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നാണ്. വയഖിദുറു, ചില ആളുകൾക്ക് അവൻ കുടുസാക്കുകയും കണക്കാക്കുകയും ചെയ്യുന്നു എന്നാണ് 17-ാം അധ്യായം 30-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. അഹും യഖ്സിമുന റഹ്മത റബ്ബിക നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയ എന്ന് 43-ാം അധ്യായം 32-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അവരാണോ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം പങ്കുവെച്ചു കൊടുക്കുന്നത്? നാം ആണോ ഐഹിക ജീവിതത്തിൽ അവർക്കിടയിൽ അവരുടെ ജീവിതമാർഗം പങ്കുവെച്ചു കൊടുക്കുന്നത്? അള്ളാഹുവാണ് പ്രിയപ്പെട്ടവരെ പങ്കുവെച്ചു തരുന്നത്. എന്റെയും നിങ്ങളുടെയും കഴിവ് കൊണ്ടല്ല നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ലഭിച്ചത്.
നമ്മുടെ ബുദ്ധിശക്തിയോ നമ്മുടെ ആരോഗ്യത്തിന്റെ അവസ്ഥയോ നമ്മുടെ സമ്പത്തിന്റെ പവറോ അല്ല. ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹമുണ്ടോ ആ അനുഗ്രഹം ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് അത് അല്ലാഹു തന്ന മഹത്തായ ഔദാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നാം ഓരോരുത്തരും മുന്നോട്ട് പോവേണ്ടതുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാനും തടയപ്പെടാതിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്. അതിന് 2 മാർഗമാണ് പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഇനിയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, ലഭിച്ച അനുഗ്രഹത്തിന് അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിയണം. അതാണ് അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്ന് പറയുന്നത്. വഇദ് തഅസ്സന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ് എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരുന്നതാണ്. എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും എന്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ച സന്ദർഭം ശ്രദ്ധേയമാണ് എന്നാണ് ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തൊരു നിഅമത്ത് കിട്ടിയാലും അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയണം. സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് ആത്മാർത്ഥമായി ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മോട് ചോദിച്ചാൽ തൃപ്തികരമായി അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല പ്രിയപ്പെട്ടവർ. എന്താ സാമ്പത്തിക അവസ്ഥ എന്ന് ചോദിച്ചാൽ എന്താ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അല്ലെ? തട്ടിയും മുട്ടിയുമാണോ പോകുന്നത് പ്രിയപ്പെട്ടവരല്ല. ആവശ്യങ്ങൾക്കുള്ള അത്യാവശ്യങ്ങൾക്കുള്ള പണം നമ്മുടെ അടുത്തുണ്ട്. അനാവശ്യങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ ആരോഗ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ആരോഗ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളുണ്ട്. എന്നാൽ ഒരു പക്ഷേ നമ്മള് നല്ല ആരോഗ്യമുള്ള സമയത്തിൽ നിന്ന് മാറി പോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമായി തോന്നുന്നത്. ഇവിടെയാണ് നമ്മൾ ഗൗരവത്തോടുകൂടി ഏതൊരു സമയത്തും അൽഹംദുലില്ലാ എന്ന് പറയുന്ന മനസ്സിലേക്ക് നമ്മൾ വരേണ്ടത്. അതാണ് നന്ദി കാണിക്കുക. എങ്കിൽ അള്ളാഹു അതിനനുസരിച്ചുകൊണ്ട് അനുഗ്രഹം നമുക്ക് നിലനിർത്തി തരും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനുഗ്രഹം നിലനിന്ന് കിട്ടാനുള്ള പ്രാർത്ഥനയുണ്ടാവണം, നീങ്ങിപ്പോവാതിരിക്കുവാനുള്ള പ്രാർത്ഥനയും ഉണ്ടാവണം. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ 4 കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നാദാ ഞാൻ നിന്നോടിതാ രക്ഷ തേടുകയാണ്, മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, ഇല്ലാതായി പോകുന്നതിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നാണ് ഒന്നാമത്തെ പ്രാർത്ഥനയുള്ളത്. രണ്ടാമത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നത് വതഹബ്ബുലി ആഫിയതിക, നീ സൗഖ്യം നൽകിയത് ആ സൗഖ്യം എന്നിൽ നിന്ന് മാറിപ്പോകുന്നതിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്. മൂന്നാമതായി പറയുന്നത് വഫുജാഅതി നിഖ്മതിക, നീ തന്ന അനുഗ്രഹങ്ങളെ നീങ്ങുന്നതോടൊപ്പം തന്നെ പെട്ടെന്ന് എനിക്ക് വരുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ രക്ഷ തേടുകയാണ്. നാലാമതായി പറയുന്നത് വജമീഇ സഖതിക, നിന്റെ എല്ലാ കോപത്തിൽ നിന്നും നാദാ നിന്നോട് ഞാൻ അഭയം തേടുകയാണ്. 4 കാര്യമാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഒന്നാമത്തേത് നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നാണ്. എനിക്കോ നീ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങള് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ ഇതാ രക്ഷ തേടുകയാണെന്നാണ്. ആരോഗ്യം മഹാ അനുഗ്രഹമാണ്, സമ്പത്ത് മഹാ അനുഗ്രഹമാണ്, സന്താനങ്ങൾ മഹാ അനുഗ്രഹമാണ്, ഇണകൾ മഹാ അനുഗ്രഹമാണ്, ജോലി മഹാ അനുഗ്രഹമാണ്. ഇതൊക്കെ ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയ വിഷമങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാൻ നാം നന്നായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത്. അത് നഷ്ടപ്പെടാതെ ദീനിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ ഇസ്ലാമിൽ നമ്മൾ ചെയ്തു പോന്നിരുന്ന
ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊന്നും മുടങ്ങാതെ നിലനിർത്തി പോരാനുള്ള ആ ഒരു നല്ല അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദീൻ നഷ്ടപ്പെടുന്നത് ഏറെ ഭയപ്പെടണം. നമ്മള് എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നത് മനസ്സിൽ കരുതി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. പഠിച്ചോനെ, എന്റെ ഹൃദയം തെറ്റിച്ചു കളയരുതേ എനിക്ക് ഹിദായത്ത് കിട്ടിയതിനു ശേഷം. നോക്കൂ നിങ്ങൾ, ഹൃദയങ്ങൾ തെറ്റിപ്പോയാൽ പള്ളിയിലേക്ക് പോകുന്ന ആള് ആ പള്ളിയിലേക്ക് പോക്ക് നിർത്തിയാൽ, ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തിരുന്ന വ്യക്തി അത് നിർത്തിയാൽ, നമസ്കാരത്തിൽ കണിശതയുണ്ടായിരുന്ന ആള് അത് നിർത്തിയാൽ, ഇസ്ലാമിക വേഷത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തി അതിൽ നിന്ന് നീങ്ങിപ്പോയാൽ അത് മഹാ അപകടമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പടച്ചോനെ നീ ഹിദായത്ത് തന്ന് അത് എന്നിൽ നിന്ന് ഇല്ലാതാക്കുന്നത് പടച്ചോനെ ഇല്ലാതാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു വല്ലാത്ത മനസ്സ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധിക പ്രാർത്ഥനയിലും ഉണ്ടായിരുന്ന പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ലഭിച്ച അനുഗ്രഹങ്ങൾ നീങ്ങിയതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടനവധി ഉദാഹരണങ്ങൾ നാം നിരന്തരമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കുവാനുള്ള ശ്രദ്ധയും പ്രാർത്ഥനയും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സമ്പത്ത് നശിച്ചത്, എല്ലാം നഷ്ടപ്പെട്ട് ഭാരിച്ച കടബാധ്യതയിലേക്ക് നീങ്ങുന്നത്, ശരീരത്തിൽ നിരവധി രോഗങ്ങൾ വരുന്നത്, കോടികൾ ചെലവഴിച്ചിട്ടും ആരോഗ്യം തിരിച്ചു കിട്ടാത്തത്, നിർഭയത്വം നഷ്ടപ്പെടുന്നത്, ഇബാദത്തുകളിൽ നിന്ന് അകന്ന് തിന്മയിൽ സമയം ചെലവഴിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഗൗരവകരമായ ചില അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയതിന്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, മൂസാ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ജീവിച്ച വിശ്വാസികളായ ആളുകൾ, മൂസാ അലൈഹി ഇസ്ലാം തൽക്കാലം കുറഞ്ഞ ദിവസത്തേക്ക് മാറി നിന്നപ്പോൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ നാം ഗൗരവത്തോടുകൂടി കാണേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധീരമായി പോരാടുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ടാണ് പ്രവാചകൻ പറഞ്ഞത് അദ്ദേഹം നരകത്തിന്റെ ആളാണ് എന്ന്, അദ്ദേഹം നരകത്തിലാണ് എന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞ വാചകം കേട്ട് ഒരു സ്വഹാബി അദ്ദേഹത്തെ നിരീക്ഷിച്ചു പോകുമ്പോ അദ്ദേഹത്തിന് വെട്ടേറ്റ് പ്രയാസം നേരിട്ടപ്പോ അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള ആയുധം അത് മണ്ണിൽ നാട്ടിവെച്ച് അതിന്റെ മുകളിൽ കമിഴ്ന്നു വീണ് ആത്മഹത്യ ചെയ്തതിന്റെ ഉദാഹരണം അത് അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞത് ഇമാം ബുഖാരി 4207 ഹദീസിലും ഇമാം മുസ്ലിം 112 ഹദീസിലും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ പോരാടിയവൻ നരകാവകാശിയായി മരിച്ചു പോകുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, തഹബുലി ആഫിയത്തിക, സൗഖ്യം മാറിപ്പോകുന്നതിൽ നിന്ന്, നമ്മുടെ സുഖങ്ങളും ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുന്നതിൽ നല്ല പേടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സലുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം, അൽ അഫ്വ വൽ ആഫിയത, നിങ്ങൾ മാപ്പും ആരോഗ്യവും സൗഖ്യവും നിങ്ങൾ ചോദിക്കണം. ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഒരാൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സൗഖ്യം അഥവാ ആരോഗ്യം എന്ന് പറയുന്നത്. അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, പഠിച്ചോനെ ഇഹലോകത്തും പരലോകത്തും ഒക്കെ എനിക്ക് സൗഖ്യം നൽകണം. അല്ലാഹുമ്മ അസ്അലുകൽ ആഫ്വ വൽ ആഫിയ, പഠിച്ചോനെ നിന്നോട് മാപ്പും ആഫിയത്തും ഞാൻ ചോദിക്കുകയാണ്. ഫീദീനി, എന്റെ മതത്തിൽ, വദുനിയായ എന്റെ ദീനിയായ ദുനിയാവിന്റെ കാര്യത്തിൽ, വാഹിലി എന്റെ കുടുംബത്തിൽ, വമാലി എന്റെ സമ്പത്തിൽ. അപ്പൊ ആഫിയത്ത് ചോദിക്കാനുള്ള ആ ഒരു നല്ല മനസ്സ്, പഠിച്ചോനെ സുഖങ്ങളെ പ്രയാസങ്ങളില്ലാത്തൊരവസ്ഥ എനിക്കുണ്ടാക്കി തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അത് എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? ഇടങ്ങേറാകുമ്പോഴും കഷ്ടപ്പാടും വേദനകൾ ഉണ്ടാകുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. സുഖങ്ങൾ കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴാണ്. വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു പരിഗണിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം ഫുജ്അതി നിഖമതിക എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള ശിക്ഷയിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന അപകടങ്ങൾ,
പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന മരണങ്ങൾ, അതൊക്കെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ തകർത്തു കളയും. നോക്കൂ നിങ്ങൾ, 2-3 ദിവസം മുമ്പാണ് താഴേക്കൂടുള്ള ഒരു അധ്യാപകന് സ്കൂളിലേക്ക് വന്ന് അവിടെ ആ സ്കൂളിൽ നിന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിലെ നമ്മുടെ ഒരു ഉദാവ പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന നമ്മുടെ ഒരു സഹോദരൻ കുവൈത്തിൽ സുബഹി നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണ്. ഇക്കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് പുളിക്കൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കാരം പോലും നിർവഹിക്കപ്പെട്ടത്. നമ്മുടെ ജില്ലയായ നന്ദിയിലുള്ള ഒരു സുഹൃത്താണ് പ്രിയപ്പെട്ടവര്. പ്രായമൊന്നും ഏറെ ആയിട്ടില്ല, പക്ഷേ പെട്ടെന്ന് അള്ളാഹു വിളിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകമായി പറയുന്നത്. അള്ളാഹ് പറയുന്നു, നോക്കൂ നിങ്ങൾ, പെട്ടെന്ന് വരുന്ന അത്തരം പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളെ കൊണ്ട് കൂടെയുള്ളവരോട് ഒരു വസിയത്ത് പറയാൻ പോലും അവസരം ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല. അവർക്കവിടെ കുടുംബങ്ങളിലേക്ക് മടങ്ങാനും ആവുകയില്ല. സൂറത്ത് യാസീനിലെ 50-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് നമ്മുടെ മരണം സംഭവിക്കുന്നതോടുകൂടി കർമ്മഫലങ്ങൾ അനുഭവിക്കുന്ന ലോകത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. പെട്ടെന്ന് സംഭവിക്കുന്ന മറ്റു പ്രതിസന്ധികളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ആക്സിഡന്റുകൾ, അതേപോലെ തന്നെ ഇപ്പൊ നോക്കൂ നിങ്ങൾ, മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് ഉത്തരാഖണ്ഡിൽ നടന്ന ശക്തമായൊരു പ്രളയത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടൂലേ. സാമ്പത്തിക നഷ്ടങ്ങള്, ശാരീരിക പ്രയാസങ്ങള്, ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുന്നു. അതൊക്കെ ഇല്ലാതിരിക്കുവാനുള്ള പ്രാർത്ഥന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. 4-ാമത്തെ കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷ കിട്ടാനുള്ള പ്രാർത്ഥനയാണ് നാം ആത്മാർത്ഥമായി നിർവഹിക്കേണ്ട. ഒരുപാട് കാര്യങ്ങള് അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന കാര്യങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കാം, പ്രവാചകന്മാരെ അന്യായമായി വധിക്കാം, ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ നന്ദികേട് കാണിക്കുകയും ദുർവാശി കാണിക്കുകയും ചെയ്യുക. ഇതൊക്കെ അതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകിയതിലുള്ള ഈർഷ്യത നിമിത്തം അള്ളാഹു അവതരിപ്പിച്ച സന്ദേശത്തെ അവിശ്വസിക്കുക, സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊല്ലുക, ഭക്ഷണത്തിൽ അതിരുവിടാം, അള്ളാഹുവിന്റെ ദീനിനെതിരെ അനാവശ്യമായ തർക്കം നടത്താം, റബ്ബിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ വെച്ചു പുലർത്തുന്ന കപട വിശ്വാസിനികൾ, ബഹുദൈവ വിശ്വാസിനികൾ, ഇവർക്കൊക്കെ അള്ളാന്റെ കോപമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഈ പ്രാർത്ഥന അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഷൈഇൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രധാനമായി 4 കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ രക്ഷ തേടിയ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾക്ക് 2 രീതി, അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. 1, കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക. 2ാമത്, ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഈ 2 കാര്യവും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും സൂചിപ്പിച്ചൊരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. മഞ്ചേരിക്കടുത്തുള്ള ചോല എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട പിരിവ് കഴിഞ്ഞ ആഴ്ച വേറൊരു പിരിവ് കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മളത് പ്രത്യേകമായി പറയാതിരുന്നതിന്റെ മുമ്പത്തെ ആഴ്ച സൂചിപ്പിച്ചിരുന്നു. ഇന്ന് അതിലേക്കുള്ള ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കാൻ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച പിരിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗഹീദിന്റെ ഒരു സ്ഥാപനം, ആവശ്യമായൊരു കേന്ദ്രം എന്ന നിലയ്ക്ക് ആവശ്യമായൊരു സ്ഥലത്താണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ മരിച്ചുപോയാലും നമ്മുടെ ഖബറിലേക്ക് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ആ രീതിയിൽ വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി
നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആ സംഭാവനകൾ ആ വിഷയത്തിലേക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ച് ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ പ്രാർത്ഥന കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ആ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകളുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചവരുമൊക്കെയുണ്ട്. സഹോദരന് ക്യാൻസറാണ്. അതേപോലെ തന്നെ പല ആളുകളും ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി വിധേയമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകൾ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് വിധേയമായ ആളുകളുണ്ട്. എല്ലാ രോഗികൾക്കും അല്ലാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും പള്ളിയിൽ ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് വന്ന ആളുകളാണ് പല ആളുകളും. അല്ലാഹു അവർക്കൊക്കെ അവിടെ ശാരീരികവും മാനസികവുമായ വേദനകളും വിഷമങ്ങളും ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകത്തും പരലോകത്തും ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന വിശ്വാസികൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അവരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കരങ്ങളിൽ നിന്ന് പൂർണ്ണമായ മോചനം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.